ദൈവം കൊടുക്കുന്ന കാഴ്ച ഈ പാസ്റ്റർ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ കണ്ടു. പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച സഭായോഗത്തിന് ഈ പാവ മനുഷ്യൻ പ്രസംഗിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, വിജയൻ ബ്രദറെ, നിനക്ക് ദൈവം 4 വീലുള്ള ഒരു വലിയ കാറ് തരാൻ പോവാ. സഭയിലെ വിശ്വാസികളെല്ലാം വിജയൻ ബ്രദറിനെ നോക്കി, കുറച്ചു പേരൊക്കെ കൈകൊട്ടി. വിജയൻ ബ്രദർ തലയാട്ടി കാണിച്ചു, കുറച്ചു പേരൊക്കെ ടാറ്റ കാണിച്ചു. ഇത് രണ്ടും കൂടുതലും. ചിലർ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ കാണിക്കും, ചിലർ ഇങ്ങനെ ടാറ്റ കാണിക്കും. ഓക്കെ, വിജയൻ ബ്രദർ അത് തന്നെ ചെയ്തു. എല്ലാവരും ഇവിടൊക്കെ നല്ല ആൾക്കാരല്ലേ. ഇതുപോലെ കോഴിക്കോടൊക്കെ എങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞപ്പം വിജയൻ ബ്രദർ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് 4 വീലുള്ള വണ്ടി വേണ്ട. പാസ്റ്റർ പിന്നെ എന്റെ ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിലത്തെ ടയർ തേഞ്ഞിരിക്കുക, അത് മാറാൻ ഒരു 500 രൂപ തന്നാൽ മതി. അയ്യോ, തോതും വെളിപ്പാട് പറഞ്ഞ പാസ്റ്റർ കുരുങ്ങി. ദൈവദാസൻ ജീവനോട് ഇത് പറയുകയും വേണ്ടായിരുന്നു. സ്തോത്രം. ഗതി കെട്ട് നിർവാഹമില്ലാതെ ഈ അഭിഷിക്തൻ 500 രൂപ ഇവന് കൊടുത്തു. തിരിച്ച് പാന്തരം ഭാര്യയോട് പറഞ്ഞു, ഇവനോടൊന്നും ദൂതും പറയണ്ടായിരുന്നു. അന്ന് ആ സഭായോഗത്തിൽ ഒരു കുടുംബം വന്നിട്ടില്ലായിരുന്നു. അവർ ചെന്നൈയിൽ അമേരിക്കൻ കൗൺസിലേറ്റിൽ അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി പോയിരുന്നതാണ്. അവരുടെ സഹോദരൻ വർഷങ്ങളായിട്ട് അമേരിക്കയിലാണ്. തിങ്കളാഴ്ച രാത്രി ഈ സഹോദരൻ മദ്രാസിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ഫോൺ ചെയ്തു, പാസ്റ്ററെ, ഞങ്ങൾക്ക് കുടുംബമായിട്ട് എനിക്ക് ഭാര്യയ്ക്ക് 2 മക്കൾക്കും അമേരിക്കയ്ക്ക് പോയി സെറ്റിൽഡ് ആകാൻ വിസ കർത്താവ് തന്നു. ദൈവം ഞങ്ങൾക്ക് വിസ തന്നു പാസ്റ്ററെ, വിസ തന്നു. അതെ ദൈവദാസ, ഞങ്ങൾ അടുത്ത ആഴ്ച പോവുക. പിന്നെ ഞങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നു പാസ്റ്റർ, ഒരു കാര്യം. ദിവസം എന്താ, ഞങ്ങളുടെ ആ ഇന്നോവ കാറ് നമ്മുടെ വിജയൻ ബ്രദറിന് കൊടുത്തോട്ടെ, പുള്ളി എടുത്തോട്ടെ. പാസ്റ്റർ പറഞ്ഞു, അവനൊരു ടയറുമായിട്ട് പോയെന്ന് പറഞ്ഞു. എത്രവർക്ക് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലായി? അവനൊരു ടയറുമായിട്ട് പോയെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി പലരെയും മറികടന്നു വരുന്ന അനുഗ്രഹമെന്ന് നിന്നോട് ആത്മാവ് ദൂത് പറയുമ്പോൾ അതിനെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കാൽ ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കർത്താവിന്റെ രാത്രിയിൽ ഒരു വെളിപ്പാട് വിളിച്ചു പറയുമ്പോൾ, ഒരു വചനം വിളിച്ചു പറയുമ്പോൾ അതിനെ ആരാധിച്ച് ആത്മാവിൽ അതിനെ ഏറ്റെടുത്ത് വിഷയത്തിലേക്ക് വരട്ടെ. സ്നേഹിതന്മാര് വാ. ചോദിക്കാൻ പോയ സമയം എപ്പോഴാ? നൽകുവാൻ കഴിയുന്ന സ്നേഹിതന്റെ അടുക്കൽ തന്റെ വിശപ്പുള്ള സ്നേഹിതന് വേണ്ടി ചോദിക്കാൻ പോയ സമയം എപ്പോഴാ? അർദ്ധരാത്രി. അപ്പൊ അതിനകത്ത് യേശു എന്തോ നമ്മളെ പഠിപ്പിക്കുന്നേ? അർദ്ധരാത്രിയിലും പ്രാർത്ഥിക്കാം, പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. പുതിയ നിയമ വിശ്വാസികളെ ഏതു സമയത്തും പ്രാർത്ഥിക്കാം. ഇടപെടാതെ പ്രാർത്ഥിപ്പീ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീ. ഇന്ന് ടിവിയിലൂടെ, കൺവെൻഷൻ സ്റ്റേജുകളിലൂടെ പല ദുരുപദേശങ്ങളും വ്യാപിക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ പെടരുത്. പ്രാർത്ഥിക്കണ്ട, ഉപവസിക്കണ്ട. യേശു നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നമ്മൾ അങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് ചോദിച്ചു, ആ കൂട്ടത്തിലൊരു സഹോദരനെ ഞാനൊരു സ്ഥലത്ത് വെച്ച് കണ്ടു. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്നാ രക്ഷിക്കപ്പെട്ടെ? കുറച്ചു നാളായി. എങ്ങനെയുണ്ട് നിന്റെ ജീവിതം? വിശ്വാസത്തിലൊക്കെ വന്നിട്ട് വിശുദ്ധിയിലും ദൈവകൃപയിലും ഒക്കെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? യേശുവിനെ അറിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? പുള്ളി പറയാണേ, അടിപൊളി. യേശുവിനെ അറിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? യേശു അടിപൊളി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ ഏത് കൂട്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അടിപൊളി. ഉപവസിച്ചില്ലെങ്കിൽ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ദൈവമായുള്ള ബന്ധത്തിൽ നീ നിന്നില്ലെങ്കിൽ, നിന്നെ വിട്ടുപോയ പിശാച് വെളിയിൽ നിൽപ്പുണ്ട്. നിന്നെ വിട്ടുപോയ സാത്താൻ വെളിയിൽ നിൽപ്പുണ്ട്. ഞാൻ പറയട്ടെ, പ്രവൃത്തികൾ കൂടെ അല്ല രക്ഷിക്കപ്പെട്ട, പ്രവൃത്തിയിലൂടെയല്ല, കൃപയാൽ തന്നെയാണ്. പക്ഷേ നമ്മളെ സൽപ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷമൊന്നും, മാർക്കോസിന്റെ സുവിശേഷമൊന്നും
യോഹന്നാന്റെ സുവിശേഷമൊന്നും ലൂക്കോസിന്റെ സുവിശേഷം ഒക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന് കേൾക്കുന്നു കൃപയുടെ സുവിശേഷം. അങ്ങനെ ഒരു സാധനമേ ബൈബിളില്ല. ഞാൻ അതിനെ എതിർക്കുന്നു. ഞാൻ ആ വിഷയത്തെ ഖണ്ഡിക്കുന്നു. കർത്താവ് നിന്നെ കൃപയാൽ വീണ്ടെടുത്തത് എന്ത് തിന്മയും ചെയ്യാനല്ല. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തർ അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം പകരം കൊടുക്കാൻ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് ഒത്തവണ്ണം പ്രാപിക്കും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഈ ദുരുപദേശങ്ങളിൽ പെട്ടുപോകാതെ സഭ പ്രാർത്ഥിക്കുന്ന സഭയാകട്ടെ. യേശു പ്രാർത്ഥിച്ചെങ്കിൽ, അപ്പോസ്തലന്മാർ ഉപവസിച്ചെങ്കിൽ, സമ്മതിക്കുന്നു നിങ്ങൾ എന്റെ കൂടെ? ഇതിനോടുകൂടെ യോജിക്കുന്നവർ കൈകൾ ഉയർത്താൻ. മാതൃക ആരാ നിന്റെ മാതൃക? ടിവി പ്രസംഗിക്കുന്നവനാണോ നിന്റെ മാതൃക? അതോ യേശുവാണോ? യേശുവാണെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചവനായിരുന്നു. അതെ, ആദിമ സഭ ഉപവസിച്ചു. യേശു ഉപവസിച്ചില്ലേ? മോശ ഉപവസിച്ചില്ലേ? ഏലിയ ഉപവസിച്ചില്ലേ? സഭ ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശൗലിനെയും ബർന്നബാസിനെയും ശുശ്രൂഷയ്ക്ക് വേർതിരിക്കാൻ പരിശുദ്ധാത്മാവ് സഭയോട് ഇടപെട്ടു. ആദിമ സഭ ഉപവസിച്ചെങ്കിൽ ഇന്നത്തെ ദുരുപദേശ പ്രസ്ഥാനങ്ങളിൽ പെട്ടു വലയാതെ ജീവൻ പോകേണ്ടി വന്നാലും വചനത്തിന് വേണ്ടി നിൽക്കുക. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തോത്രിച്ച് മരിക്കേണ്ടി വന്നാലും വചനത്തിന് വേണ്ടി നിൽക്കുക. ഞാനിത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അല്ലേ ചിലര് പറയും രോഗികൾ സൗഖ്യമാകുന്നതിന്റെ അസൂയാണ്. എന്തായാലും കേരളത്തിൽ ഞങ്ങളുടെ ചർച്ചിലെ ആൾക്കാർ സൗഖ്യമാകുന്നതിന്റെ അത്രയൊന്നും ആകുന്നില്ല. ഹല്ലേലൂയ. ചിലർക്കറിയാം അഭിഷേകം ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് സത്യം. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, സ്നേഹത്തിൽ സത്യം സംസാരിപ്പിക്കും. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ദേശത്തോട് പ്രവചിക്കട്ടെ. വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ ഈ ദേശത്ത് നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ ഈ പട്ടണത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സത്യങ്ങളെ പറയും. ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയുമോ? എപ്പോഴാ ചോദിക്കാൻ പോയേ? അർദ്ധരാത്രി. പ്രാർത്ഥനയ്ക്ക് സമയഭേദം ഇല്ല. പുതിയ വിശ്വാസികളെല്ലാം കൈ ഉയർത്തി. സംശയമുണ്ടോ? കൈ ഉയർത്തി. ഏത് സമയവും പ്രാർത്ഥിക്കാം. എപ്പോ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അടുക്കളയിൽ നിന്ന് പ്രാർത്ഥിക്കാം. വണ്ടി ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ബസ്സിലിരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ നിന്റെ പ്രാർത്ഥന മറ്റൊരാൾക്ക് ശല്യമാകരുത്. ശല്യപ്പെടുത്താതെ പ്രാർത്ഥിക്കാം. ഇനിയിപ്പോ ഞാനിത് പറഞ്ഞിട്ട് ബസ്സിനകത്താണ് ഇരുന്ന് ഉറക്കം പ്രാർത്ഥിച്ചാൽ പിന്നെ ടിനുപാസ് പറഞ്ഞിട്ടാന്ന് പറയുന്നത്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാ പരിജ്ഞാനത്തിന്റെ ആത്മാവാണല്ലോ. അതുള്ളവർക്ക് അതുണ്ട്, അതില്ലാത്തവർക്ക് അതില്ല. ബാക്കി മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അർദ്ധരാത്രി. പക്ഷേ തിരുവചനം പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിൽ പലയിടത്തും സ്ഥലഭേദവും സമയഭേദങ്ങളും ഉണ്ടായിരുന്നു. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പലയിടത്തുണ്ടായിരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് നോക്കി. ദാനിയേൽ 6:10 ഒന്ന് നോക്കി. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്റെ നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. താൻ മുൻപ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. യെരൂശലേമിന്റെ കിളിവാതിലുകൾ തുറന്ന് പ്രാർത്ഥിച്ചു എന്നുണ്ട്, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നുണ്ട്, 3 നേരം പ്രാർത്ഥിച്ചു എന്ന വചനത്തിലുണ്ട്. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും തന്റെ ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു എന്ന് ബൈബിളിലുണ്ട്. ഇവിടെ ഒരു കാര്യമാണ് ഞാൻ എടുത്ത് പ്രസ്താവിക്കുന്നത്.
താൻ മുൻപ് ചെയ്തു വന്നതുപോലെ. പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയാണ്. ഈ സഹോദരനെ, ഈ സ്നേഹിതന് വേണ്ടി അർദ്ധരാത്രി എന്തോ ധൈര്യത്തിലാ ചോദിക്കാൻ പോന്നെ. ഒന്നുകൂടെ പറയാം. ഈ സ്നേഹിതന് വേണ്ടി അർദ്ധരാത്രിയിൽ എന്തോ ധൈര്യത്തിലാ ചോദിക്കാൻ പോന്നെ. പറയാം, മുൻപ് പോയി ചോദിച്ചപ്പോൾ കിട്ടിയ അനുഭവം. അതെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചവനെ പിന്നെ പ്രാർത്ഥിക്കാൻ നോക്കൂ. മുൻപത് ചെയ്തവനെ ഇന്നത് ചെയ്യാൻ നോക്കൂ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? റോഡ് സൈഡിൽ പൂ വെച്ച് കിടക്കുന്ന ബസ് കണ്ടിട്ടുണ്ടോ? റോഡ് സൈഡിൽ ഇല വെച്ച് കിടക്കുന്ന വണ്ടി കണ്ടിട്ടുണ്ടോ? കൃത്യമായിട്ട് ചെക്ക് ചെയ്യാതെ ഓടിച്ചോണ്ടാ. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ വഴി വെച്ച് പട്ടുപോയതിന്റെ കാരണം പുത്രനെ ചുംബിക്കാൻ മറന്നതുകൊണ്ടാ. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. വേഗം പറയട്ടെ. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു, ചോദിച്ചു. പ്രാർത്ഥനയ്ക്കൊന്ന് സമയഭേദമില്ല. രണ്ടാമത്തെ വിഷയം, പാതിരാത്രിക്ക് ഇങ്ങോട്ട് നോക്കിയേ. അർദ്ധരാത്രിക്ക് ഈ സ്നേഹിതന് നൽകാൻ കഴിയുന്ന സ്നേഹിതന്റെ വീട്ടിൽ ചെല്ലണമെങ്കിലേ ആ വഴി തിട്ടമായിരിക്കണ്ടേ? ആയിരിക്കണോ? അർദ്ധരാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിൽ നിങ്ങൾക്ക് പോകാൻ പറ്റണമെങ്കിൽ ആ വഴി തിട്ടമായിരിക്കണ്ടേ? എന്നും പോകുന്ന വഴിയായിരിക്കണ്ടേ? ആയിരിക്കണോ? നിങ്ങളുടെ വീട്ടിലെ രാത്രിയിൽ നിങ്ങളുടെ വീട്ടിന് 5 മുറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 7 മുറി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ലൈറ്റ് ഇടാതെ ഇരുട്ടത്ത് ഒരു മുറി അടുത്ത മുറി പോകാൻ പറ്റും. എന്താ അതിൻ്റെ കാരണം? എന്നും പോകുന്ന ആ അനുഭവം. ലൈറ്റ് ഇടാതെ വേണം നിനക്ക് ബാത്റൂമിൽ പോകാം, എന്നും പോകുന്നതാണ്. അതേസമയം വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട്, പരിചയമില്ലാത്തടത്ത് പോയിട്ട്, എന്നും പോകാത്തൊരു വീട്ടിൽ പോയിട്ട് ലൈറ്റ് ഇടാതെ ബാത്റൂമിൽ പോയാൽ അതാണ് നെറ്റിയുടെ ഈ സ്ഥലത്ത് ഒരു ചെറിയ മുഴ കാണും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നു? തട്ടിയതാ. ഹല്ലേലൂയ. അപ്പൊ എന്നും ഈ വഴിയെ പോകുന്നു. ഇന്നലെയും ഈ വഴിയെ പോയി, ഇന്നും ഈ വഴിയെ പോയി. സ്ഥിരമായി പോകുന്ന വഴിയാണെങ്കിലേ അർദ്ധരാത്രി പാനക്കും. സ്വോത്രം പറഞ്ഞില്ലല്ലേ? പറയുന്ന വരെ സാധനം തരാം. ഇതിപ്പോ 2015 അല്ലേ? 2015 ഇവിടുന്ന് കോഴിക്കോട്ടോട്ട് പോകുന്ന ഒരാൾക്ക് അറിയാൻ വയ്യാത്തൊരു സ്ഥലത്ത് പോകുക, ഒരു വീട്ടിൽ. ഇപ്പൊ GPS ഉണ്ട്, GPS മൊബൈൽ ഫോണുണ്ട്. ഇങ്ങനെ വിളിച്ച് പോവുക. ഞങ്ങളിപ്പം എറണാകുളം കഴിഞ്ഞു, ഇനി എങ്ങോട്ടാ? ഇങ്ങനെ വിളിച്ച് പോകും. ഈ 2015 തൃശ്ശൂർ എത്തുമ്പം നിന്റെ മൊബൈലിന്റെ ബാറ്ററി തീർന്നാൽ ഈ 2015 നീ കറങ്ങത്തില്ലേ? പറ. ആ മൊബൈൽ അങ്ങ് സ്വിച്ച് ഓഫ് ആയി പോയാൽ ഈ 2015 കറങ്ങത്തില്ലേ? ഹലോ. അർദ്ധരാത്രിയിൽ ഈ സ്നേഹിതന് നൽകുവാൻ കഴിയുന്ന സ്നേഹിതന്റെ അടുക്കൽ പോകണമെങ്കിൽ അവൻ ആ വഴി തിട്ടമായിരിക്കണം. ആ വഴി തിട്ടമായിരിക്കണമെങ്കിൽ എന്നും ഈ വഴിയെ പോകണം. അതെ, പ്രാർത്ഥനയിൽ പഴകാത്തൊരു ബന്ധം ദൈവത്തോടുണ്ടാകണം. എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയുന്നു? പ്രാർത്ഥനയിൽ പഴകാത്തൊരു ബന്ധം നിങ്ങൾക്ക് ദൈവത്തോട് വേണം. ഞായറാഴ്ച മാത്രം ചെല്ലുന്ന ബന്ധമല്ല, വെള്ളിയാഴ്ച മാത്രം ചെല്ലുന്ന ബന്ധമല്ല. ഇന്ന് രാവിലെ ഈ വഴിയിലൂടെ പോയ എത്ര പേരുണ്ട്? ഇന്നലെ ഈ വഴിയിലൂടെ പോയ എത്ര പേരുണ്ട്? അവർ കൈകൾ ഉയർത്തി ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യ. പ്രാർത്ഥനയിൽ ഒന്ന്, പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല. 2, പ്രാർത്ഥനയിൽ പഴകാത്തൊരു ബന്ധം ദൈവത്തോട് വേണം. പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈ സ്നേഹിതൻ നൽകാൻ കഴിയുന്ന സ്നേഹിതന്റെ വീട്ടിന്റെ വാതിലിൽ ചെന്ന് മുട്ടി. അപ്പൊ ഉടനെ അകത്തുനിന്ന് ചോദിച്ചാണ്, ആരാ? അവ പറഞ്ഞു, സ്നേഹിതനാ. എന്നാ വേണം? എനിക്ക് 3 അപ്പം വായ്പ വേണം. ഇങ്ങനെ വഴി പോകുന്ന ഒരു സ്നേഹിതൻ എൻ്റെ വീട്ടിൽ വന്നു. അവന് കൊടുക്കാൻ എൻ്റെ വീട്ടിലൊന്നുമില്ല. പെട്ടെന്ന് നൽകുവാൻ കഴിയുന്നവൻ്റെ മറുപടി, നൽകേണ്ടവൻ്റെ മറുപടി. നൽകാൻ കഴിയുന്നവൻ്റെ പേരെന്ന് പറഞ്ഞേ. ഓക്കെ. ഞാനും പൈതങ്ങളും കിടന്നുറങ്ങുന്നു, കതക് അടച്ചിരിക്കുന്നു, ഇപ്പോൾ എഴുന്നേറ്റ് വരാൻ ഒക്കുകയില്ല. അയ്യോ,
ഇതൊന്ന് സന്തോഷിപ്പിക്കുന്ന മറുപടിയാണോ? മനസ്സിനകത്ത് മടുപ്പുണ്ടാക്കുന്ന മറുപടിയല്ലേ? ആവേശത്തോടെ ആഗ്രഹത്തോടെ പോയി ചോദിച്ചപ്പോൾ കഥ കടച്ചിരിക്കുക, ഞാനും പിള്ളേരും കിടന്നുറങ്ങുക, ഇപ്പോൾ എഴുന്നേറ്റ് വരാൻ ഒക്കത്തില്ലെന്നുള്ള മറുപടി മടുപ്പിക്കുന്ന മറുപടിയാണോ? പ്രാർത്ഥനയിൽ എത്ര പേർക്ക് മടുപ്പുണ്ടായിട്ടുണ്ട്? പ്രാർത്ഥനയിൽ മടുപ്പുണ്ടായിട്ടുള്ളവരെന്ന് കൈ ഉയർത്തിയേ. പ്രാർത്ഥിക്കുന്നവർക്കേ അതുണ്ടാവും. 2001 ഞാൻ ചോദിച്ച ഒരു കാര്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ 2014 ജനുവരി ചോദിച്ചത് ഫെബ്രുവരി തന്നു. അപ്പൊ പ്രാർത്ഥനയും മടുപ്പ് വരാം, മടുപ്പിക്കുന്ന മറുപടി വരാം. പക്ഷെ യേശുവിടെ പഠിപ്പിക്കുന്ന എന്നാണെന്നറിയോ? മടുത്തു പോകരുത്. ഇനി നിങ്ങളല്ലല്ലോ എന്നെ നോക്കിയേ, ഈ സ്നേഹിതൻ പോയോ, പിന്നെ എന്നാ ചെയ്തേ? ലജ്ജ കൂടാതെ മുട്ടി. ആഹാ, പുള്ളി എന്നാ പാഞ്ഞേ? പുള്ളി എന്താ പാഞ്ഞേ? കഥ കടച്ചിരിക്കുന്നു, ഞാനും പൈതങ്ങളും കിടന്നുറങ്ങുന്നെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ മുട്ടുന്നേ? കാരണമുണ്ട്. അപ്പോ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ, ചോദിച്ച സാധനം ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ, ഇന്ന് വരെ ചോദിച്ചതില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓ മൈ ഗാഡ്, ഇന്ന് വരെ നിങ്ങൾ ചോദിച്ചത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അതെ, ഞാൻ ചോദിച്ചത് അവന്റെ കയ്യിലുണ്ട് എന്ന എന്റെ ഉറപ്പാണ് പിന്നെയും എന്നെ മുട്ടാൻ പ്രേരിപ്പിക്കുന്നത്. ഏറ്റെടുക്കാമോ? ഹലോ, ഞാൻ ചോദിച്ചത്, ഞാൻ ചോദിക്കുന്നത് അവന്റെ കയ്യിലുണ്ട് എന്ന് എൻ്റെ വിശ്വാസം പറഞ്ഞ്, എൻ്റെ വിശ്വാസം, എൻ്റെ ഉറപ്പ് പ്രാർത്ഥനയിലുള്ള എൻ്റെ മടുപ്പിനെ അകറ്റും. ഇത്രയും നാളായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കർത്താവിനോട് ചോദിച്ചിട്ടില്ലേ? എന്നെങ്കിലും കർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? യേശു പറഞ്ഞിട്ടുണ്ടോ? ദൈവം പറഞ്ഞിട്ടുണ്ടോ? അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റുകയില്ല, വേറെ ആരുടെയും പോയി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ചോദിക്കുന്നത് തരാൻ അവൻ്റെ കരത്തിന് കരുത്തുണ്ട്. ഞാൻ ചോദിക്കുന്നത് തരാൻ അവൻ സർവശക്തനാ. യിരെമ്യാ പ്രവചനം 32:27, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യിരെമ്യാ 33:3, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്തതും മഹത്തായതും ആഗോചരവുമായ കാര്യത്തെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. മത്തായി 21:22, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. ലൂക്കോസ് 18:7-8, ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. യെശയ്യാ 59:1, രക്ഷിപ്പാതിരിപ്പാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കാൻ അവൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകൾ ഉയർത്തി ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യ. മക്കളെ, സഹോദരങ്ങളെ, മാത്സല്യ ദൈവദാസന്മാരെ, നമ്മൾ ചോദിച്ചത് അവൻ്റെ കരത്തിലുണ്ട്. അവനത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല. കഥ കടച്ചിരിക്കുന്നു, പിള്ളേർ കൂടെ കിടക്കുന്നു. എന്താ അത് കാണിക്കുന്നേ? ഈ കഥ എപ്പോഴേലും തുറക്കാതിരിക്കില്ലല്ലോ. പിള്ളേർ കൂടെ കിടക്കുക എന്ന് പറയുന്നത് തന്നെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. കാരണം അതിൻ്റെ ആത്മീയ അർത്ഥം എന്നാ? പിള്ളേർ രാവിലെ എഴുന്നേക്കത്തില്ലേ? ചില മണിക്കൂറുകൾ മാത്രമല്ലേ അവർ ഉറങ്ങത്തുള്ളൂ. അങ്ങനാണെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി, തടസ്സം, ആ വിടുതൽ വെളിപ്പെടാൻ, ആ പ്രതിസന്ധി നിൽക്കുന്നത് ചില മണിക്കൂറത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തൊരു വിടുതൽ നിനക്കുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ അപ്പത്തെ വെള്ളത്തിന് മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞാലും. ഹബക്കൂക്കിന്റെ പ്രവചനത്തിലെ നമുക്കൊരു കാഴ്ച കാണാൻ കഴിയും. എടുക്കണ്ട. ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായത്തിൽ ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുക, യഹോവേ നീ പ്രാർത്ഥന കേൾക്കാത്തത് എന്ത്? യഹോവേ നീ ദുഷ്ടനെ ന്യായം വിധിക്കാത്തത് എന്ത്? യഹോവേ നീ കൈകെട്ടി നിൽക്കുന്നത് എന്ത്? അപ്പോൾ 1-ാം അധ്യായത്തിൽ ഹബക്കൂക്ക് പറയുക ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. പക്ഷെ 2-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായതെന്തെന്നാൽ. 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. അതെ, ദൈവം പ്രവർത്തിക്കാത്തതെന്തേ എന്ന് ചോദിക്കുന്ന ഒരു 1-ാം അധ്യായം നിനക്കുണ്ടെങ്കിൽ
നിന്റെ ജീവിതത്തിൽ ഒരു 2-ാം അധ്യായം ദൈവം വെച്ചിട്ടുണ്ട്. വിടുതൽ വെളിപ്പെടുന്ന ഒരു അധ്യായം, മറുപടി വെളിപ്പെടുന്ന ഒരു അധ്യായം. നിന്റെ അപ്പത്തെ വെള്ളത്തിന് മീതെ എറിയുക. അവിടെ എഴുതിയിരിക്കുന്നത് എന്നറിയോ? ദർശനത്തിന് ഞാനൊരു അവധി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നാ? അവധി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്തെന്നാണോ? ഡിസ്മിസ് ചെയ്തെന്നാണോ? പഞ്ചായത്ത് പ്രസിഡന്റ് അവധിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനി വരും. അവധി വെച്ചിരിക്കുക. പുള്ളി ഇന്ന് അവധിയില്ല. ആ ഓഫീസിലെ ജീവനക്കാരൻ അവധിയില്ല എന്ന് പറഞ്ഞാൽ എന്നാ? പുള്ളിയെ സസ്പെൻഡ് ചെയ്തെന്നാണോ? സ്ഥലം മാറിപ്പോയെന്നാണോ? അല്ല, അവധിയിലാണെന്ന് പറഞ്ഞാൽ അർത്ഥം താമസിക്കാതെ ഇനി വരും. അങ്ങനെയാണ് ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു പറഞ്ഞാൽ വൈകാതെ. ഈ പിള്ളേര് കിടന്നുറങ്ങുന്നത് ചില മണിക്കൂറത്തേക്കാ. അത് കഴിയുമ്പോൾ ഈ കതക് തുറക്കാതിരിക്കില്ല. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നു. മാസങ്ങളായി വെളിപ്പെടാത്ത ചില വിഷയത്തിന്റെ വിടുതൽ ഇന്ന് രാത്രി ദൈവം അയക്കാൻ പോവാ. ആ വഴി തുറക്കാൻ പോവാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ പുള്ളി എന്നാ തിരിച്ചു പാഞ്ഞേ? അപ്പം ഇല്ലെന്ന് പറഞ്ഞില്ല, ചോദിച്ച സാധനം ഇല്ലെന്ന് പറഞ്ഞില്ല, അതുണ്ട്, അതകത്തുണ്ട് എന്ന ഉറപ്പാണ് പിന്നെയും മുട്ടാൻ പ്രേരിപ്പിച്ചത്. ഒരു കാര്യം ഇവിടെ പറഞ്ഞു കൊള്ളട്ടെ. അദ്ദേഹം എങ്ങനെയാ ചോദിച്ചേ? ഇപ്പോൾ ഒന്ന്, പ്രാർത്ഥനയ്ക്ക് സമയപരിമിതികളില്ല, സമയഭേദങ്ങളില്ല. 2, പഴകാത്തൊരു ബന്ധം പ്രാർത്ഥനയിൽ ദൈവത്തോടുണ്ടാകണം. 3, വിശ്വാസത്തിൻ്റെ തീഷ്ണത, ആവശ്യബോധത്തിൻ്റെ തീഷ്ണത. വിശ്വാസത്തിൻ്റെ തീഷ്ണത, ആവശ്യബോധത്തിൻ്റെ തീഷ്ണത പ്രാർത്ഥനയിലുള്ള നിന്റെ മടുപ്പിനെ അകറ്റും. 4, പുള്ളി എന്നാ ചോദിച്ചേ? അപ്പം. എത്രണ്ണം? 3. എന്ത് വേണോന്ന് ചോദിച്ചു, അത് എത്രണ്ണം വേണോന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? എന്ത് വേണം? ഏത് ബ്രാൻഡ് അല്ലെങ്കിൽ എന്താണ് വേണ്ടത്? എന്ത് വേണം? അത് എത്രണ്ണം വേണം? അത് കൃത്യമായിട്ട് ചോദിച്ചു. അതാ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നേ. അല്ലാതെ ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് എന്തൊക്കെയോ തന്നു, അങ്ങനല്ല. പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു ഉറപ്പ് വേണം. ഹലോ, പ്രാർത്ഥിക്കുന്നതിലൊരു കൃത്യത വേണം. പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടെങ്കിലേ പ്രവർത്തിക്കുന്നവന് പ്രവർത്തിക്കാനൊരു സന്തോഷമുള്ളൂ. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നിന്റെ വചനവുമായി നിന്റെ സുവിശേഷവുമായി നീ എന്നെ അമേരിക്കയിലേക്ക് വിടണമേ. നന്നായി. നിന്നേക്കാൾ വചനം അറിയാവുന്നവരാ മൊത്തം ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. നിനക്ക് പുസ്തകത്തിൽ നിന്ന് വല്ലതും അറിയാവോ? അല്ലെ നീ മർക്കോസ് ഒന്ന് പറയുമ്പോൾ ഒരു മർക്കോസ് 7 നിന്നെ പഠിപ്പിക്കും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നു? കർത്താവേ, എനിക്ക് നീ ഒരു വണ്ടി തരണേ. കർത്താവിൻ്റെ ചോദ്യം, ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ടോ? പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം. എന്നാ സ്വതന്ത്രം എല്ലാം പോയേ? പ്രൈസ് ദി ലോർഡ്. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഇപ്പം നിങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ സൈമൺ പാസ്റ്ററിന് നല്ലൊരു കാറ് കൊടുക്കണേ. വിശ്വാസികളെല്ലാം കൂടെ പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദിവസത്തിന് നല്ലൊരു വണ്ടി യാത്ര ചെയ്യാൻ കൊടുക്കണേ. 2-3 ആഴ്ച കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സഹോദരൻ നല്ലൊരു SUV കാറ് നിങ്ങളുടെ ദൈവദാസന് കൊടുക്കുമ്പം പുള്ളി അത് ഓടിച്ച് ഹൗസ് വിസിറ്റിങ്ങിന് വരുമ്പോഴും ആ പ്രാർത്ഥിച്ച മുഖം അതുപോലെ കാണണം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നു? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം. കാരണം നീ പറയുന്ന സാധനം ഇനി വരുമെന്ന് ഓർത്തോണം. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ നമുക്ക് ദൈവത്തോട് ഏത് സമയം പ്രാർത്ഥിക്കാം. പഴകാത്തൊരു ബന്ധം പ്രാർത്ഥനയിൽ ദൈവത്തോടുണ്ടാകാം. ആവശ്യബോധത്തിൻ്റെ തീഷ്ണത മടുപ്പുകളെ അകറ്റാം. ദൈവത്തോട് കൃത്യമായി ചോദിക്കാം. ഹന്ന എന്ന് പറയുന്ന സഹോദരി ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് ചോദിച്ചു, കർത്താവേ, നീ എനിക്കൊരു ആൺ പൈതലിനെ തരണമേ. എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്നല്ല പ്രാർത്ഥിച്ചേ. ഏതെങ്കിലും ഒരു കുഞ്ഞിനെ തരണേ എന്നല്ല, എനിക്കൊരു ആൺകൊച്ചിനെ തരണേ. കൃത്യമായിട്ട് ചോദിച്ചു.
കൃത്യമായിട്ട്, അടുത്തിരിക്കുന്നത് പറഞ്ഞാട്ടെ, പ്രാർത്ഥിക്കുവാന്നെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ പ്രാർത്ഥന പലപ്പോഴും എങ്ങനെയാ? അയ്യോ, പ്രാർത്ഥനയ്ക്കൊക്കെ പ്രാസമൊക്കെ ഉണ്ടാക്കി. ഹലോ, ഞാൻ എൻ്റെ പ്രാർത്ഥന മുറി പ്രാർത്ഥിക്കുന്നത് ആർക്കും പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ യേശോപ്പാ, എൻ്റെ കർത്താവേ, എൻ്റെ ഡാഡി എന്നൊക്കെ ഞാൻ യേശുവിനെ വിളിക്കുന്നത്. എൻ്റെ അപ്പാ എന്നൊക്കെ വിളിച്ച് ചിലപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ച് കരയും എൻ്റെ കർത്താവിനെ. ചിലപ്പോൾ ആ കാലേ ഞാൻ വീഴും. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, ഈ വചനത്തിൽ നിന്ന് എൻ്റെ അപ്പച്ച എന്നോട് സംസാരിക്കണേ. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അപ്പനോടും എൻ്റെ വീട്ടിലെ അപ്പനോടും ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത്. നമ്മളൊക്കെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, അതിപരിശുദ്ധ കർത്താവേ, വാനമേഘ, ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേന് യേശു പോവും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം. അതങ്ങോട്ട് കൃത്യമായിട്ട് ചോദിക്കണം. ഓ മൈ ഗാഡ്, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കാൻ ഇതാ അവന്റെ കരം ഇന്ന് രാത്രി ഉയർന്നിരിക്കുക. ഇതിന്റെ നടുവിൽ ആ കൈ ഉയർന്നിരിക്കട്ടെ. ഒരു വാക്കിലൂടെങ്കിലും ദൈവം സംസാരിച്ചു എന്ന അനുഭവമുള്ളവർ കൈകൾ ഉയർത്തിപ്പിടിച്ചേ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ ഇന്ന് രാത്രിയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മറ്റ് വിഷയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ദൈവത്തിലും പ്രാർത്ഥനയിലും വിശ്വസിക്കുന്നവർ മാത്രം മുൻപിലേക്ക് വരിക. രണ്ട് കൂട്ടരെ വരാവൂ. സർവശക്തനായ ദൈവത്തിലും പ്രാർത്ഥനയിലും വിശ്വസിക്കുന്നവർ മുൻപിലേക്ക് വരിക. ഏത് വിഷയത്തിലാണെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. അത് അഭിഷേകത്തിൻ്റെ പകർച്ചയ്ക്കായിരിക്കും, ചിലപ്പോൾ രോഗസൗഖ്യമായിരിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവർ മുൻപിൽ വരിക. ഓടി വന്നേ. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവർ, അത്ഭുതങ്ങൾ ചെയ്യുന്നവർ, അങ്ങുപോലെ അങ്ങേപോലെ ചെവി കേൾക്കാൻ കഴിയാത്തവർ, ഒരു ചെവിയോ രണ്ട് ചെവിയോ പൂർണ്ണമായോ ഭാഗികമായോ കേൾവിക്കുറവുള്ളവർ മുൻപിലേക്ക് വന്നാട്ടെ. അസ്ഥികൾക്ക് വേദനയുള്ളവർ, ശാരീരികമായ ഒരു വിടുതൽ അനുഭവിക്കാൻ ആഗ്രഹിക്കും. മുഴകൾ ശരീരത്തിൽ മുതിവെക്കാതെ, ബ്ലഡ് എടുപ്പിക്കാതെ, സ്റ്റിച്ച് ഇടാതെ, ബെഡ് റെസ്റ്റ് തരാതെ, ആന്റിബയോട്ടിക് ടാബ്ലറ്റുകൾ നൽകാതെ സർജറി ചെയ്യുന്ന ഒറ്റ സർജനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ട്യൂമറിനാൽ ഭാരപ്പെടുന്നവർ മുൻപിൽ വന്നാട്ടെ. മുൻപിൽ വരണം. ഇന്നത്തെ അവസരം നാളെ നിങ്ങൾക്കില്ല. മടിക്ക് നിൽക്കാതെ നിങ്ങൾ മുൻപിൽ വരണം. യോഹന്നാൻ 6:37, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. യാക്കോബ് 4:8, ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ഞാൻ സൗഖ്യമാക്കിയിട്ടില്ല. സൗഖ്യമാക്കിയത് യേശുവിൻ്റെ കരമാണ്. ടിനു ജോർജ് അല്ല നിങ്ങളെ വിടുവിക്കുന്നത്, വ്യക്തികളല്ല നിങ്ങളെ സൗഖ്യമാക്കുന്നത്. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അങ്ങനെയെങ്കിൽ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ച് യേശുവേ എന്ന് വായി തുറന്ന് വിളിച്ചാട്ടെ. ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിച്ചാട്ടെ. ശബ്ദം ഉയർത്തി യേശുവേ, 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 യേശുവേ. വായി തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവേ, 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 യേശുവേ. Heal in the name of the Lord. പുറപ്പാട് 15:26, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യെശയ്യാ 53:5, അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സങ്കീർത്തനം 103:3, അവൻ നിന്റെ സകല അകൃത്യങ്ങളെ മോചിക്കുന്നു, നിന്റെ സകല രോഗത്തെ സൗഖ്യമാക്കുന്നു. യിരെമ്യാ പ്രവചനം 33:6, അവൻ നിനക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യം വരുത്തി തരുന്നു. മർക്കോസ് 16:17, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ, വചനത്താൽ,
ക്രൂശിന്റെ ബലത്താൽ, ദൈവവചനത്തിന്റെ അധികാരത്താൽ, യേശുവിന്റെ അടിപ്പിണരാൽ ഇപ്പോൾ ഇവർ സൗഖ്യമാകട്ടെ. ശീലവരുവാൻ, ശീലവരുവാൻ, ശീലവരുവാൻ. യെസ് 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 യെസ്. കർത്താവിന്റെ കരവിനെ തൊടുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കിയതിന് നന്ദി, വിടിവിച്ചതിന് നന്ദി, ആ കണ്ണ് തുറന്നതിന് നന്ദി, ആ ചെവി തുറന്നതിന് നന്ദി, ആ മുഴ മാറ്റിയതിന് നന്ദി, ആ നട്ടലിന്റെ കണ്ണികൾ സൗഖ്യമാക്കിയതിന് നന്ദി, ആ തേയ്മാനം സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ അയച്ചതിന് നന്ദി, ആ ചെവി തുറന്നതിന് നന്ദി. കരങ്ങൾ അടിച്ച് വിടുവിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. രണ്ട് കരങ്ങളും അടിച്ച് വിടുവിച്ച് യേശുവിന് നന്ദി പറഞ്ഞു. ഓ ഹല്ലേലൂയ. കൈ വലിച്ചു കുടഞ്ഞു നോക്ക്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി കഴിഞ്ഞു. വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവ. എന്ത് ഞാൻ പറയുന്നു അത് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് വിടുതൽ തിരിച്ചറിയുന്നേ. കുനിയാൻ കഴിയാത്തവർ കുനിയെ ചെയ്യ. നട്ടലിൽ സൗഖ്യം നടന്നത് ഇവിടെ വെച്ചറിയാം. ഇവിടെ വെച്ച് കാല് മടക്കുമ്പോൾ വേൻ ഉണ്ടായിരുന്നവർ മടക്ക്. മുട്ടിന്റെ തേയ്മാനം സൗഖ്യമായി. ആ നടുവിൽ കെട്ടിയിരിക്കുന്ന ബെൽറ്റ് അഴിച്ചു മാറ്റ. ആ വ്യക്തിയോട് ദൈവം ഇടപെടുന്നു. നിന്റെ നടുവിൽ കെട്ടിയിരിക്കുന്ന ബെൽറ്റ് അഴിച്ചു മാറ്റ. നിന്റെ നട്ടല് സൗഖ്യമായി കഴിഞ്ഞു. ചെക്ക് ചെയ്യ. കണ്ണിന് കാഴ്ചയില്ലാതെ വന്നവർ കണ്ണാടി മാറ്റി വായിക്ക. ബൈബിൾ നോക്ക്. ഈ അക്ഷരങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ടോ നോക്ക്. കണ്ണു തുറക്കൂ. ചെക്ക് ചെയ്യൂ. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായ വിടുതൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം. ആ മുഴയുള്ള ഭാഗത്ത് നോക്കിയേ. ആ മുഴയുള്ള ഭാഗത്ത് നോക്കിയേ. ഇപ്പോൾ ആ മുഴ അവിടെ കാണത്തില്ല. പ്രാർത്ഥനയ്ക്ക് ശേഷം വ്യക്തിപരമായി ഇവിടെയും അവിടെയും വ്യക്തമായി ഒരു തോന്നലല്ല, ഒരിളക്ക പെരുപ്പമല്ല, എന്തോ ഇപ്പൊ തോന്നിയ ഒരു ചിന്തയല്ല, വ്യക്തമായി ശരീരത്തിൽ ആ വിടുതൽ അനുഭവിച്ചറിഞ്ഞവർ ഒന്ന് കൈ ഉയർത്തി പിടിക്കുക. നന്നായി ഉയരട്ടെ, നന്നായി ഉയരട്ടെ കൈ. ആ കൈകൾ ഉയർത്തിയവർ ഓടി സ്റ്റേജിലേക്ക് വാ. ഞാൻ അവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവാ. അവർ കയറി വാ. അവർക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. കയറി നിന്നോട്ടെ സഹോദരി. കയറി വരൂ. ആ വിടുതൽ അനുഭവിച്ച് ഓടി വാ. കൈ ഉയർത്തി ഓടി വാ. ഇനി അവിടെ നിൽക്കരുത് സഹോദര. വാ. ഓ താങ്ക് യു ലോർഡ് ജീസസ്. കയറി വരൂ സഹോദരി. വിടുതൽ അനുഭവിച്ചവർ. എന്താ കർത്താവ് ചെയ്യുന്നത്? സിസ്റ്ററെ, ഈ സിസ്റ്ററിന്റെ പേര് ഷീല എന്നാണ്. ഏറെ നാളുകൾ കൊണ്ട് നടുവിന് വേദനയായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച സമയത്ത് ഒരു ശക്തി വന്നിട്ട് പൂർണ്ണമായ ഹീലിംഗ് ആയി. എത്ര നാളായിട്ട് നടുവിനകത്ത് പ്രയാസം ഉണ്ടായിരുന്നു? കുറച്ച് നാളുകൊണ്ട് നടുവിന് വേദന. അതെങ്ങനെയാ അനുഭവിച്ചുകൊണ്ടിരുന്നേ? ഭയങ്കര വേദനയാണ്. കുനിയാനും നിവരാനും പറ്റില്ല. പറ്റില്ല. ഇപ്പൊ സഹോദരി സൗഖ്യം എങ്ങനെ തിരിച്ചറിയുന്നു? സൗഖ്യം എനിക്ക് വേദന മാറിയത്. വേദന മാറി. ഒന്ന് കുനിഞ്ഞേ, ഒന്ന് ബെൻഡ് ചെയ്തേ. നേരത്തെ പറ്റൂലായിരുന്നു. ഇരിക്കുമ്പോ എഴുന്നേൽക്കാൻ പറ്റില്ലായിരുന്നു. ഈ നിലത്തിരുന്നൊന്ന് എഴുന്നേക്കാമോ? ചെയ്തു നോക്കിക്കോ. വൺസ് അഗൈൻ. ഒരു പെയിനും ഇല്ല, വേദനയില്ല. അങ്ങനെയാണ് അത് കർത്താവ് സൗഖ്യമാക്കിയതല്ലേ? കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. UK സമയം മുതൽ ഈ ഇദ്ദേഹത്തിന്റെ ഭയങ്കര വേദനയായിരുന്നു. ഈ തണുപ്പിന്റെ പ്രകാരം ഉള്ള വേദനയാണ്. അപ്പോൾ ഇവിടെ വന്ന് ശക്തമായി ആരാധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണമായിട്ടൊരു വിടുതൽ എനിക്ക് ശരീരത്തിന് കിട്ടി. എത്ര നാളായിട്ട് ഈ കൈക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു? 4 വർഷത്തോളം ഉണ്ട്. ഇവിടെ വരുമ്പം പെയിൻ ഉണ്ടായിരുന്നോ? വരുമ്പോൾ പെയിൻ ഉണ്ട്. ഇവിടെ പെയിൻ ഉണ്ട്. ഉണ്ടായിരുന്നു. ഇത് എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? എന്നാൽ സ്റ്റിൽ ആ പെയിൻ ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് സൗഖ്യമായെന്ന് എങ്ങനെ തിരിച്ചറിയുന്നു? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് ഞാൻ ആരാധിച്ചപ്പോൾ പൂർണ്ണമായിട്ട് എനിക്കൊരു വിടുതൽ തന്നായി. എനിക്ക് ഇപ്പൊ ആ കൈ ചലിപ്പിക്കുമ്പോൾ പെയിൻ ഇല്ല? ഇല്ല. എനിക്ക് പൂർണ്ണമായിട്ടും ചലിപ്പിക്കാം. ഞാൻ കൈ അടിച്ച് ആരാധിച്ച. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എന്താ ഈ ബ്രദറെ പറഞ്ഞാട്ടെ, എന്താ സഹോദരിക്ക് കർത്താവ് ചെയ്തേ? എൻ്റെ കണ്ണിന് ഒട്ടും വായിക്കാൻ ഒരു മനുഷ്യരെ ദൂരെ ഇത്ര അകലത്ത് കാണാൻ പറ്റത്തില്ല. ഇപ്പൊ പ്രാർത്ഥനയിൽ എന്തെങ്കിലും അത് വായിക്കാനൊക്കെ പറ്റുക, ചെറിയ അക്ഷരങ്ങളല്ല. ഓ വണ്ടർഫുൾ. ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ ഈ ദേശത്ത് വന്നിട്ട് ഏകദേശം 4 മാസത്തോളമായി. ഞങ്ങൾ ഈ പല ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കണ്ണിന് പ്രോബ്ലം എന്ന് പറഞ്ഞ്? അവിടെ UK വെച്ച് കൺജക്റ്റിവിറ്റീസ് എന്ന് പറഞ്ഞ വൈറലായിട്ടുള്ളൊരു അസുഖമാണ്. കണ്ണിന് ദീനമെന്ന് പറയും. അത് വൈറലായി പോയി.
വൈറലായിട്ട് പൂർണ്ണമായിട്ട് കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണോ ഇവിടെ വന്നേ? ഇവിടെ വന്നേക്കുന്ന എനിക്ക് വായിക്കാൻ ബൈബിൾ വായിക്കാനൊന്നും പറ്റില്ല. ദൂരെയുള്ളത് കാണാനൊക്കെ ഇല്ലായിരുന്നു? ഇത്ര അടുത്തുള്ളവരെ കാണും, ദൂരമുള്ളവരെ അറിയത്തില്ല. എന്നാ ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ചെറിയൊരു മങ്ങലുണ്ട്, പക്ഷെ എനിക്ക് കുറെ പേരൊക്കെ കാണാൻ പറ്റുന്നു. അത് വായിക്കാൻ പറ്റുന്നോ? അത് വായിക്കാൻ പറ്റും. അവിടെ നിന്ന് വായിച്ചോ? വായിച്ചു. അങ്ങനെയാണെങ്കിൽ കണ്ണ് കർത്താവ് സൗഖ്യമാക്കിയതല്ലേ? കൈകൾ അടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. 4 ഹോസ്പിറ്റലുകളിൽ ചെന്നു, പലരെയും കണ്ടു. UK നിന്ന് ഈ സഹോദരന്റെ പേര് മണിയമ്മ എന്നാണ്. 9 വർഷമായിട്ട് തനിക്ക് ഗോയിറ്ററിന്റെ മുഴ ഇവിടെ ഉണ്ടായിരുന്നു. പാർശ്വ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഈ സഹോദരി കൈ വെച്ച് പ്രാർത്ഥിച്ചു. കൈ എടുത്തു കഴിഞ്ഞപ്പോൾ ആ മുഴ ഇപ്പോൾ അവിടെ കാണാനില്ല. കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്തിരിക്കുക. സഹോദരി മുൻപിലേക്ക് വന്നാട്ടെ. എത്ര നാളായിട്ട് തൊണ്ടയിൽ ആ മുഴ ഉണ്ടായിരുന്നു? 9 വർഷമായി. അത് പുറത്തോട്ട് ബൾജ് ചെയ്ത് നിന്നാണ്. ഇപ്പൊ അത് സൗഖ്യമായെന്ന് എങ്ങനെ അറിയാം? ഇവിടെ ഒരു തണുപ്പ് പോലെ എനിക്ക് അനുഭവപ്പെട്ടു പ്രാർത്ഥിച്ചപ്പോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോ എനിക്ക് നമ്മൾ വിടുതൽ കിട്ടി. ഇപ്പൊ മുഴ എവിടെ ഇല്ല. നേരത്തെ അത് പിടിക്കായിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല. ഇല്ല. അപ്പൊ അതാരാ സർജറി ചെയ്തേ? യേശു തൊട്ടാൽ കുരുടർ കാണും, യേശു തൊട്ടാൽ ചെകിടർ കേൾക്കും, യേശു തൊട്ടാൽ മുടന്തൻ ചാടും, യേശുവിൻ നാമത്തിൽ. പാടുമോ? യേശു തൊട്ടാൽ കുരുടർ കാണും, യേശു തൊട്ടാൽ മുടന്തൻ ചാടും, യേശു തൊട്ടാൽ ഊമൻ പാടും, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു തൊട്ടാൽ അന്ധർ കാണും, യേശു തൊട്ടാൽ ക്യാൻസർ മാറും, യേശു തൊട്ടാൽ ട്യൂമർ നീങ്ങും, യേശുവിൻ